ജർമ്മനി എന്നൊരു കൺട്രി പലരുടെയും ഒരു ഡ്രീം കൺട്രിയാണ്. എന്നാൽ ആ ഒരു ഡ്രീമിലോട്ട് എങ്ങനെ എത്തിപ്പെടാം എന്ന് പലർക്കും അറിയില്ല. ഇതേ ഒരു സിറ്റുവേഷനിലായിരുന്നു 1 ഇയർ മുന്നേ ഞാനും. ഒരാൾ തൻ്റെ കംഫർട്ട് സോണായ വീടും നാടും എല്ലാം വിട്ട് വേറൊരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഭേദപ്പെട്ട ഒരു ശമ്പളവും ഇല്ലാതെ പല പരിപാടികളും നോക്കിയിട്ടും ഒന്നും ശരിയാവാത്ത വന്ന ഒരാളാണ് ഞാനും. അതിനുശേഷം ആദ്യമായിട്ട് വന്നൊരു കൺട്രിയാണ് ജർമ്മനി. അപ്പോൾ അടുത്തത് ജർമ്മനിയിൽ എങ്ങനെ എത്താം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഏത് ഏജൻസി ചൂസ് ചെയ്യണം, എങ്ങനെ വരണം, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ജർമ്മനിയിലുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ഇവിടെ എത്തിപ്പെടാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം സ്റ്റുഡൻറ്റ് വിസയാണ്. പലരും അത് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ കാണുന്നത്. പക്ഷേ നമ്മൾ പോലുള്ള മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിവിടെ ഒരുപാട് കഷ്ടപ്പാട്, ലോണും കാര്യങ്ങളും എടുത്ത് വരുന്നവരുണ്ട്. സോ സ്റ്റഡീസ്, പാർട്ട് ടൈം എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. അതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കീപ് ട്രൈയിങ്. നമ്മളെന്തായാലും ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നമുക്കിവിടെ ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. സോ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. സ്റ്റഡീസ് ആണെങ്കിലും എന്താണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.